യാം നമാതി സമ്പദത്രൈഹി ധ്യാവാ പൃഥിവീ ജനയന്തേ വയേകാഹ എന്ന ഋഗ്വേദത്തിലെ വരികൾ ഉജ്ജ്വലമായ പദങ്ങളോടുകൂടി ചേർത്ത് എഴുതിയിരിക്കുന്ന മന്ത്രങ്ങളിൽ ഗുരു ശിഷ്യനോട് അല്ലെങ്കിൽ ഗുരുക്കന്മാർ ശിഷ്യന്മാരോട് വിവരിക്കുന്നു. അതാ അങ്ങ് അകലെയുള്ള വനം നോക്കുക, ആ വനത്തിലെ ഓരോ വൃക്ഷത്തെയും കുറിച്ച് ചിന്തിക്കുക. ആ വനം എങ്ങനെ ഉണ്ടായി, ആ വനം അവിടെ ഉണ്ടാവുന്നതിന് മുമ്പ് അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു, ഈ വനങ്ങൾ ഉണ്ടായി ഇനി അനവധി കാലം കഴിയുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും, ഓരോ വൃക്ഷവും എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് നീ ചോദിക്കുക. എന്നിട്ടതറിയാനായിട്ട് നിന്റെ സഹപ്രവർത്തകരുമായി ചേർന്ന് പഠിക്കുക. എന്നിട്ട് സ്വയം ഉയരുക, വളരുക. അവസാനം നിനക്ക് മനസ്സിലാകും, ഈ ലോകം മുഴുവനും കണ്ണുകൾ കൊണ്ട് അന്വേഷിക്കാനുള്ള കഴിവ് ലഭിക്കുമ്പോൾ, കാലുകൾ കൊണ്ട് നടന്ന് അന്വേഷിക്കാനുള്ള കഴിവ് ലഭിക്കുമ്പോൾ, മസ്തിഷ്കം കൊണ്ട് അത് വിശകലനം ചെയ്യാനുള്ള കഴിവ് ലഭിക്കുമ്പോൾ, കൈകൾ കൊണ്ട് അതിനെ വിശദീകരിക്കാനായിട്ട് നീ തുറന്നു നോക്കുമ്പോൾ നിനക്കൊന്ന് മനസ്സിലാകും, ഭൂമിയും ഈ പ്രപഞ്ചവും എല്ലാം സൃഷ്ടിച്ച ഈശ്വരൻ ഒന്ന് മാത്രമാണ്. ആ ചൈതന്യത്തിൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ് ഈ പ്രപഞ്ചം. അതാണ് എന്നിലുള്ളത് അഹം ബ്രഹ്മാസ്മി, അതാണ് നിന്നിലുള്ളത് തത്വമസി, അതാണ് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലുമുള്ളത് അയം ആത്മാ ബ്രഹ്മ. അതിൽ ഉള്ളതുകൊണ്ടാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത്. ആ പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത് ഐതരേയോപനിഷത്തിലും, അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് ബൃഹദാരണ്യകോപനിഷത്തിലും, അതുപോലെ തത്വമസി എന്നുള്ളത് ചാന്തോക്യോപനിഷത്തിലും, അതുപോലെ അയം ആത്മാ ബ്രഹ്മ എന്നുള്ളത് മുണ്ടകോപനിഷത്തിലൂടെയും വേദത്തിൻ്റെ സന്ദേശങ്ങളായി നൽകുന്നത് തന്നെയാണ് വേദാന്തത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വരികൾ. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ അടുത്ത് ശിഷ്യന്മാർ ചോദിച്ചു, വേദാന്തം ജീവിതത്തിൽ പകർത്താനും വേദാന്തം പഠിക്കാനും വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അല്ലേ എന്ന്. അപ്പം നാരായണ ഗുരുദേവൻ പറഞ്ഞു, അത്രയും ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ലല്ലോ, തിരയും കടലും ഒന്നാണെന്ന് എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് വേദാന്തം എന്താണെന്ന് മനസ്സിലായല്ലോ എന്നായിരുന്നു നാരായണ ഗുരുദേവൻ പറഞ്ഞത്. നാരായണ ഗുരുദേവൻ്റെ ദൈവദശകത്തിൽ ഇതിനെക്കുറിച്ച് വിവരിക്കുന്ന 2 ഉജ്ജ്വലങ്ങളായ വരികളുണ്ട്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഏത് പരമാത്മാവിൽ നിന്നാണോ എൻ്റെ ജീവാത്മാവ് വന്നത് അത് തിരിച്ച് പരമാത്മാവിലേക്ക് തന്നെ പ്രയാണം ചെയ്യണമെന്ന് ഉദ്ഘോഷിക്കുന്ന ഒന്നൊന്നായി എണ്ണിത്തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം എന്ന വരിയും, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഏത് ചൈതന്യത്തിൻ്റെ അംശമാണോ എന്നിൽ നിലനിൽക്കുന്നത് അത് എന്നിലുണ്ടെന്ന ബോധം എന്നിൽ ഉണ്ടാക്കണം എന്നും, ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണമെന്ന ആ പ്രാർത്ഥനയിൽ ഏറ്റവും ഉജ്ജ്വലമായ വേദാന്തമാണ് നിലനിൽക്കുന്നത്. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ആ ചൈതന്യം തന്നെയാണ് എന്നിലും നിന്നിലുമുള്ളത് എന്ന് അറിയുമ്പോൾ, ഏക ഏവഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുദാ ചൈവ ദൃശ്യത്തെ ജലചന്ദ്രവത്. ഈ പരമാത്മ ചൈതന്യം ഒന്നു മാത്രമാണ്. ഹിന്ദുക്കൾ ഏകദൈവ വിശ്വാസികളാണ്. പക്ഷെ ആ ഏകദൈവത്തിലേക്ക് പോകാൻ അനവധി ദേവതാസങ്കല്പങ്ങളുടെ വഴികൾ ഉപയോഗിക്കുന്നു. ഒരൊറ്റ ബിന്ദുവിലേക്ക് എത്താൻ അനവധി വഴികൾ പാടില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അസഹിഷ്ണുതയും അസ്വീകാര്യതയും. ഇവിടെ അനവധി വഴികളിലൂടെ നിങ്ങൾക്ക് പരമമായ സത്യത്തിലേക്ക് പോകാം. ഏക ഏവഹി ഭൂതാത്മാ, സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ്. ഭൂതേ ഭൂതേ വ്യവസ്ഥിത, ഓരോ ചരാചരത്തിലും അത് നിലനിൽക്കുന്നു. ഏകദാ ബഹുദാ ചൈവ, ഒന്നാണെന്ന് അറിയുന്നവർ പറയും, പലതാണെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ദൃശ്യത്തെ ജലചന്ദ്രവത്, ആകാശത്ത് ചന്ദ്രൻ ഒന്നേ ഉള്ളൂ എങ്കിലും ആ ചന്ദ്രൻ്റെ പ്രതിഫലനം, റിഫ്ലക്ഷൻ കടലിലുമുണ്ട്, അത് സമുദ്രത്തിലുമുണ്ട്, അത് പുഴയിലുമുണ്ട്, നദികളിലുമുണ്ട്, കുളത്തിലുമുണ്ട്, കിണറ്റിലുമുണ്ട്, ചിരട്ടയിലെ വെള്ളത്തിലുമുണ്ട്, റോഡ് സൈഡിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തിലും അതേ ചന്ദ്രൻ്റെ റിഫ്ലക്ഷൻ ഉള്ളതുപോലെ പരമാത്മാവ് ഒന്ന് തന്നെയാണ്, അതിൻ്റെ പ്രതിഫലനം എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടെന്ന് പറഞ്ഞ ആ പരമാത്മ ചൈതന്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. എന്തിനാ അത് മനസ്സിലാക്കുന്നത്? നിത്യ ജീവിതത്തിൽ അതിനെ എങ്ങനെയാണ് ഉൾപ്പെടുത്താൻ സാധിക്കുക? എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ ബോർഡിൽ ഒരു വര വരച്ച് അത് മുറിക്കാതെ ചെറുതാക്കണമെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയാത്തവർ ഈ വലിയ സദസ്സിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അവർക്കറിയാം ആ വരയെ ചെറുതാക്കണമെങ്കിൽ, മുറിക്കാതെ ചെറുതാക്കണമെങ്കിൽ അതിനപ്പുറത്ത് വലിയൊരു വര വരച്ചാൽ മതി.
ആ വലിയ വരയുടെ മുമ്പിൽ ഞാൻ നേരത്തെ വരച്ച വര ചെറുതാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്ന മഹാ തേജസ്സിനെ കുറിച്ച് ഒന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഏതാനും വർഷങ്ങൾ മാത്രം ജീവിക്കുന്ന നമ്മൾ, ഏതാണ്ട് 85 വയസ്സുവരെ ജീവിക്കുന്ന, 28,500 ദിവസം ജീവിക്കുന്ന, 2 ബില്യൺ സെക്കൻഡ് മാത്രം ജീവിക്കുന്ന, 23,500 പ്രാവശ്യം ഒരു ദിവസം ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന, ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മളെ ശ്മശാനത്തിലേക്ക് നയിക്കുന്നു എന്ന് വ്യക്തമായിട്ട് അറിയുന്ന, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം ഈ ഭൂമിയിൽ നമ്മളില്ലായിരുന്നു, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് വ്യക്തമായിട്ടറിയാവുന്ന നമുക്ക് നിത്യവും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ആ ചെറിയ വര ചെറുതാണെന്നും അതിൻ്റെ അപ്പുറത്ത് വലുതൊരെണ്ണം ഉണ്ടെന്നും തിരിച്ചറിയാൻ സാധിക്കുന്ന അവസ്ഥയിൽ നമുക്ക് പറയാൻ സാധിക്കും, അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായാം നിഹിതോസ്യ ജന്തോ തമക്രതു പശ്യതി വീതശോകോ ധാതുപ്രസാദാൻ മഹിമാനമീശം. അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ പരമാണുവായിട്ടുള്ള ഹൈഡ്രജൻ ആറ്റത്തിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും ജീവാത്മാവിൻ്റെ രൂപത്തിൽ 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിലും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളിലും 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മജീവികളിലും നിലനിൽക്കുന്ന മഹാചൈതന്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മളുടെ ജീവിത പ്രശ്നങ്ങൾ അത്രയും സങ്കീർണമൊന്നുമല്ല. അതാണ് അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിനകത്ത് പ്രവർത്തിക്കുന്ന ആ ചൈതന്യം. അതുപോലെ തന്നെ മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്തീർണം എത്രയാണ് എന്ന് പണ്ട് നാസായിലെ ശാസ്ത്രജ്ഞനോട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥി അമേരിക്കയിൽ ചോദിച്ചു അത്രേ. നാസായിലെ ശാസ്ത്രജ്ഞൻ അതിന് മറുപടി കൊടുത്തു അത്രേ, 1250 ട്രില്യൺ 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 പ്രകാശവർഷമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഡയമീറ്റർ എന്ന്. അപ്പോൾ ആ കുട്ടി ചോദിച്ചു അത്രേ, ആ ഡയമീറ്ററുള്ള പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്ത് എന്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന്. അതും പ്രപഞ്ചം തന്നെയാണെന്ന് ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞപ്പോൾ, നാന്തം ന മധ്യം ന പുനസ്തവാദ്യം, തുടക്കവും മധ്യവും അവസാനവുമില്ലാത്ത ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനകത്തുള്ള പ്രജ്ഞാനം, ഇൻട്രിൻസിക്, ഇൻഹറന്റ്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിങ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് പ്രസന്റ് ഇൻ ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ബീയിങ്സ്. Intrinsic, inherent, self-guiding, self-motivating, self-energizing, awareness and consciousness present in every living and non-living beings. That is the Brahman called by the Hindus. ഹിന്ദുക്കൾ പറയുന്ന പരബ്രഹ്മം അതാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചാൽ തമക്രതു പശ്യതി വീതശോകോ, അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ ജീവിതത്തിലെ ചെറിയ ചെറിയ ദുഃഖങ്ങളൊന്നും ദുഃഖങ്ങളല്ലെന്നും ഇതൊക്കെ പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസമാണെന്നും മനസ്സിലാക്കാൻ സാധിച്ച് സന്തോഷത്തോടു കൂടി നിലനിൽക്കാൻ സാധിക്കും. സർവ്വചരാചരങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണെന്ന് ശുദ്ധശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവരിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 5 കുട്ടകളിൽ 5 തരം പഴമുണ്ടെന്ന് വിചാരിക്കുക. ഒന്നിൽ ഓറഞ്ച്, ഒന്നിൽ പൈനാപ്പിള്, ഒന്നിൽ ആപ്പിള്, ഒന്നിൽ ബനാന, മറ്റൊന്നിൽ പേരയ്ക്ക അല്ലെങ്കിൽ ഗ്വാവ. 5 തരത്തിലുള്ള പഴങ്ങൾ. അത് തികച്ചും അതിൻ്റെ സ്വാദ് വ്യത്യസ്തമാണ്, അതിൻ്റെ ഗന്ധം വ്യത്യസ്തമാണ്, അതിൻ്റെ രൂപം വ്യത്യസ്തമാണ്, അതിൻ്റെ സ്വാദ് വ്യത്യാസമാണ്, എല്ലാം വ്യത്യാസമുണ്ടെന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കും. പക്ഷേ അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂളുകൾ കൊണ്ടാണ്. ആ മോളിക്യൂളുകളും ഈ 5 പഴങ്ങളിലും വ്യത്യാസമുണ്ട്. പക്ഷെ ആ മോളിക്യൂളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ആറ്റങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ആറ്റങ്ങളുടെ വ്യത്യാസം അതിനകത്തുള്ള സബ് ആറ്റമിക് പാർട്ടിക്കിളുകളുടെ എണ്ണത്തിലാണ്, ക്വാളിറ്റിയിലല്ല ക്വാണ്ടിറ്റിയിലാണ്. ഹൈഡ്രജൻ ഹീലിയം ആകുമ്പോൾ രണ്ടിലുമുള്ള പ്രോട്ടോണുകൾ ഒന്ന് തന്നെയാണ്, ഇലക്ട്രോണുകൾ ഒന്ന് തന്നെയാണ്, പൈമിസോണുകൾ ഒന്ന് തന്നെയാണ്. എണ്ണത്തിൽ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് ഹൈഡ്രജനും ഹീലിയവുമായി മാറുന്നത്. ഇനി ആ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണുകളും 100-ൽ പരമുള്ള സബ് ആറ്റമിക് പാർട്ടിക്കിളുകളും അതിനെ എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ക്വാർക്സ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. അതെല്ലാ ആറ്റത്തിനകത്തും ഒരേപോലെ നിലനിൽക്കുന്നു. ആ ക്വാർക്സുകൾ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? സ്ട്രിങ്ങുകൾ കൊണ്ട്, എനർജിയുടെ സ്ട്രിങ്ങുകൾ. 10⁻⁻39 സെൻറ്റിമീറ്റർ നീളം വരാൻ സാധ്യതയുള്ള സ്ട്രിങ്ങുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ആ ക്വാർക്സുകൾ. അപ്പോൾ അവസാനം നമ്മൾ എച്ചുന്നത് എനർജിയുടെ സ്ട്രിങ്ങുകൾ. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പോലെ സൂത്രേ മണിഗണായിവ,
ഒരു മുത്തിലുള്ള ചരടുകൾ എങ്ങനെയാണോ അതിനെ ബന്ധിപ്പിക്കുന്നത്, ഒരു ചരട് മുത്തുകളെ എങ്ങനെയാണോ ബന്ധിപ്പിക്കുന്നത്, സർവ്വതിനകത്തും ഈ സ്ട്രിങ്ങുകളാണ് നിലനിൽക്കുന്നത്. ആ സ്ട്രിങ്ങുകളാണ് E=mc² എന്ന എനർജി ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതനുസരിച്ച് ഈ പ്രപഞ്ചത്തെ തന്നെ ഈശ്വരനായി കാണാൻ സാധിച്ച ഒരു വ്യക്തി, കോസ്മിക് റിലീജിയൻ ഉണ്ടാക്കിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ മതഗ്രന്ഥം ഭഗവത്ഗീത. ആ കോസ്മിക് റിലീജിയൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടാക്കിയതിൻ്റെ മതദേവത വിശ്വരൂപത്തിൽ ഭഗവത്ഗീതയിൽ 11-ാം അധ്യായത്തിൽ വിവരിക്കുന്ന വിശ്വരൂപം, ആ എനർജി അതാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്ന, മോളിക്യൂളുകളെ നിർമ്മിച്ചിരിക്കുന്ന, ആറ്റങ്ങളെ നിർമ്മിച്ചിരിക്കുന്ന, ക്വാർക്സിനെ നിർമ്മിച്ചിരിക്കുന്ന എനർജി. ആ എനർജി എന്നിലും നിങ്ങളിലും ഇന്ന് രാവിലെ നമ്മൾ കഴിച്ച ഉപ്പുമാവിലും, ഇന്ന് രാവിലെ നമ്മൾ കഴിച്ച കടലക്കറിയിലും, അപ്പ കഴിച്ച പഴത്തിലും, അപ്പ കഴിച്ച ആപ്പിളിലും, അപ്പ കുടിച്ച പാലിലും, അപ്പ കുടിച്ച കാപ്പിയിലും ഒരേ തരത്തിലാണ് ഈ സ്ട്രിങ്ങുകൾ ഉള്ളത്. അത് തന്നെയാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത്. നമ്മളെല്ലാം സർവേ വയമത പരം, ഭഗവത്ഗീതയിൽ പറയുന്ന നമ്മളാണ് ഇതിൻ്റെ എല്ലാം, നമ്മൾ തന്നെയാണ് ഇതിലെല്ലാം നിലനിൽക്കുന്നത്. ശരിക്ക് ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകത്തിൽ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ ദൈവമേ എന്ന് പറഞ്ഞതും ഭഗവത്ഗീതയിൽ BC 3140 ശ്രീകൃഷ്ണൻ പറഞ്ഞതും അഹം ക്രതുരഹം യജ്ഞം സദാഹമഹമൗഷധം മന്ത്രോഹമഹമേ വാജ്യം അഹം വന്നിരഹം ഹുതം. ഹേ അർജുന, ഞാൻ തന്നെയാണ് ഈ യജ്ഞം, ഞാൻ തന്നെയാണ് യജ്ഞത്തിലെ അഗ്നിയിലുള്ള ചൈതന്യം, ഞാൻ തന്നെയാണ് ഹവിസ്, ഞാൻ തന്നെയാണ് അഗ്നിയിലേക്ക് ഹവിസ് ഹോമിക്കുന്ന പുരോഹിതൻ, ഞാൻ തന്നെയാണ് മന്ത്രം, ഞാൻ തന്നെയാണ് അഗ്നിയുടെ കത്തജ്വലിക്കുന്നത്, ഞാൻ തന്നെയാണ് എനർജിയായി മാറുന്നത്, ഞാൻ തന്നെയാണത് സ്വീകരിക്കുന്നത്, ഞാൻ തന്നെയാണത് കൊടുക്കുന്നത് എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞ ആ വരി തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലുള്ളത്. ഇത്രയും ഉജ്ജ്വലമായ മഹത്തായ ഒന്നിനെക്കുറിച്ച് നമുക്ക് ജീവിതത്തിൽ ചിന്തിക്കാൻ സാധിച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടാനും, എനിക്ക് TA കിട്ടിയില്ല, DA കിട്ടിയില്ല, എനിക്ക് പരിപ്പുവട കിട്ടിയില്ല, എനിക്ക് ചായയിൽ പഞ്ചസാര ഇടാനുള്ള പഞ്ചസാര ഉണ്ടായിരുന്നില്ല, ഞാൻ അല്പം വൈകി വന്നതുകൊണ്ട് എനിക്ക് സാമ്പാർ കുറച്ചേ കിട്ടിയുള്ളൂ, അതല്ലെങ്കിൽ എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഡാഷ് 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 എന്നെല്ലാം പറഞ്ഞ് കരയുന്നതിൻ്റെ മുമ്പിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് ഹൗ ലോങ് യു ആർ ലിവിങ് എന്നുള്ളത് ചിന്തിക്കുന്നതിന് പകരം ഹൗ യു ആർ ലിവിങ് എന്ന് ചിന്തിക്കാൻ ഈ പ്രായോഗിക വേദാന്തം നമുക്ക് ഉജ്ജ്വലമായിട്ടുള്ള അവസരം നൽകുന്നു. ഹൗ യു ആർ ലിവിങ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. ഐ ആം ലിവിങ് എ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ലൈഫ്. ഐ ആം ലിവിങ് എ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ലൈഫ് എന്ന് പറയത്തക്ക വിധത്തിൽ അപ്ലൈഡ് വേദാന്തം ജീവിതത്തിൽ പകർത്തലാണ് വേദാന്തത്തിൻ്റെ പ്രായോഗികത. ചിരിക്കാൻ പഠിക്കണം, സന്തോഷിക്കാൻ പഠിക്കണം, സന്തോഷിപ്പിക്കാൻ പഠിക്കണം, ദുഃഖിക്കാൻ അവസരം കണ്ടെത്തി ഈ ജീവിതം ദുഃഖമാണെന്ന് വിചാരിച്ച് നടക്കുന്നവർക്ക് ദുഃഖമാണ്, സന്തോഷമാണെന്ന് വിചാരിച്ച് നടക്കുന്നവർക്ക് സന്തോഷമാണ്. ഈ എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഈസ് ലൈഫ്, പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ഈസ് നോട്ട് ലൈഫ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന വിധത്തിൽ ഉയരണം. വേദാന്തം നമ്മളോട് പറയുന്നത് എന്നിലും നിന്നിലുമുള്ള ചൈതന്യം ഒന്നായ സ്ഥിതിക്ക് എന്നെയും നിന്നെയും വേദനിപ്പിക്കുന്ന ഒന്നും സംഭവിക്കരുത്. അതിൻ്റെ അർത്ഥം ഭീരുവായി ജീവിക്കണമെന്നല്ല. ധീരനായി ജീവിക്കുമ്പോഴും ധർമ്മത്തിന് വേണ്ടി ജീവിക്കുമ്പോഴും അവനവൻ ഏറ്റെടുത്ത കർത്തവ്യം ചെയ്യുമ്പോഴും അവനവനെ ഏൽപ്പിച്ച കർത്തവ്യം ചെയ്യുമ്പോഴും ഓർമ്മിക്കുക, ഈ പ്രപഞ്ച ചൈതന്യം നിലനിർത്തേണ്ടതിനെ നിലനിർത്തും, നിലനിർത്തേണ്ട ആവശ്യമില്ലാത്തതിനെ അടിച്ചു തെറിപ്പിക്കും. അതുപോലെ യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗ സമാചര. യജ്ഞഭാവത്തിൽ ഏറ്റെടുത്ത ദൗത്യവും ഏൽപ്പിച്ച ദൗത്യവും ചെയ്യുക. അവിടെ ദുഃഖത്തിന് കാരണമാകില്ല. കാരണം സമർപ്പണമാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്തത്. അതാണ് എനിക്കും നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. എന്നിലും അതുപോലെ തന്നെ ശിവശങ്കറിലും അബ്ദുൾ റഹ്മാനിലും ജോർജ് കുട്ടിയിലുമുള്ള ചൈതന്യം ഒന്നാണ്. ആ ചൈതന്യം ഒന്നായതുകൊണ്ട് നമ്മൾ സഹോദരന്മാരാണ്. അതുകൊണ്ട് എനിക്ക് അവരെ ദുഃഖിപ്പിക്കാൻ അവകാശമില്ല. അവർക്ക് എന്നെ ദുഃഖിപ്പിക്കാനുള്ള അവസരവും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ അവർക്ക് എന്നെ ദുഃഖിപ്പിക്കാം, എനിക്ക് അവരെ ദുഃഖിപ്പിക്കാൻ അവകാശമില്ല എന്ന ഒരു വരിയാണ് വേദാന്തത്തിൻ്റെതെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ സ്വധർമ്മം അഭിജാപേക്ഷ്യ നവികമ്പിതുമർഹതി ധർമാധിയുദ്ധാശ്രയോന്യ ക്ഷത്രിയസ്യ നവിദ്യതേ എന്ന് ശ്രീകൃഷ്ണൻ പറയുമായിരുന്നില്ല? അർജുന, ക്ഷത്രിയനായ നിന്റെ ധർമ്മം
എന്ന് പറയുന്നത് രാഷ്ട്രത്തിൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക. നിന്റെ ദൗത്യവും ധർമ്മവുമാണ് യുദ്ധം ചെയ്യൽ. അത് മനുഷ്യനെ കൊല്ലാനോ ഇല്ലാതെയാക്കാനോ വേദനിപ്പിക്കാനോ അല്ല. ധർമ്മം നിലനിൽക്കുന്നത് വായുവിലല്ല, ധർമ്മം ചെയ്യുന്നവരിലൂടെ ധർമ്മം നിലനിൽക്കുന്നു. അധർമ്മം ചെയ്യുന്നവരിലൂടെ അധർമ്മം നിലനിൽക്കുന്നു. അധർമ്മം ചെയ്യുന്നവർ ധർമ്മത്തിൻ്റെ വഴിയിലേക്ക് വരാൻ തയ്യാറില്ല എങ്കിൽ ആ അധർമ്മം ചെയ്യുന്നവരെ ഉന്മൂലനം ചെയ്തിട്ടാണെങ്കിലും ധർമ്മത്തെ പുനഃസ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം അർജുന നിന്റേതാണ്. അതുകൊണ്ട് പ്രായോഗിക വേദാന്തവും അതുപോലെ തന്നെ പാരമാർത്ഥിക വേദാന്തവും രണ്ടും തിരിച്ചറിയണം. പ്രായോഗിക വേദാന്തം കർമ്മനിരതനാകാനായിട്ട് ആഹ്വാനം ചെയ്യുമ്പോൾ പാരമാർത്ഥിക വേദാന്തം പരമമായ സത്യത്തെക്കുറിച്ച് അറിയാനായിട്ട് നിർദ്ദേശിക്കുന്നു. എല്ലാത്തിലും പാരമാർത്ഥികവും പ്രായോഗികവുമുണ്ട്, അഥവാ പാരമാർത്ഥികവും വ്യാവഹാരികവുമുണ്ട്. പാരമാർത്ഥികമായ ജ്ഞാനയോഗം, പരമാർത്ഥമായ ജ്ഞാനയോഗം